അനിൽ, എനിക്ക് തോന്നുന്നു അവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ക്രിക്കറ്റ് പ്രേമികൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു നിർണായക മാച്ചാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്ലേയിങ് 11 അതിന്റെ ഒരു സാധ്യത അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു അവിടെ നെറ്റ്സിൽ പരിശീലനത്തിന് വന്നതിൽ ഇഷാൻ കിഷനും ഉണ്ടായിരുന്നു, സഞ്ജു ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി പ്ലേയിങ് 11 ഒരു സാധ്യത അത് ആർക്കാണ് എന്നതിനൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ അനിൽ? സൂചനകൾ നമുക്ക് ഇന്നലെ നെറ്റ്സിലെ പരിശീലന സെഷൻ കണ്ടപ്പോഴൊക്കെ തന്നെ നമുക്കത് തോന്നി. കാരണം എന്താ വെച്ചാൽ പരമ്പര ഇന്ത്യ ഓൾറെഡി നേരത്തെ തന്നെ നേടിക്കഴിഞ്ഞാണ്. 3-0 ആദ്യം നേടിക്കഴിഞ്ഞു. അതിനുശേഷമുള്ള കഴിഞ്ഞ മത്സരത്തിൽ തോറ്റെങ്കിൽ പോലും ഇനി ഈ മത്സരം ഒരുപക്ഷെ പരമ്പരയെ നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിന് മുന്നോടിയായി കളിക്കുന്ന അവസാന ഔദ്യോഗിക മത്സരമാണ്. അതുകൊണ്ട് ടീമിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരു അവസരമാണ്. ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അഭിഷേക് ശർമ്മ, കുട്ടി ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്റർ, അദ്ദേഹം ദീർഘകാലമായി ഏറ്റവും വിശ്വസ്തനായ അദ്ദേഹം കളിച്ചാൽ മാത്രമാണ് ഇന്ത്യ എന്തെങ്കിലും ഇപ്പോൾ ഉള്ളൂ എന്ന തരത്തിൽ പോലും ചില ടോക്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഭിഷേക് ശർമ്മയ്ക്ക് ഒരുപക്ഷെ ഇന്ന് വിശ്രമം അനുവദിച്ചേക്കും. സഞ്ജു സാംസൺ പ്ലേയിങ് 11 ഉണ്ടാകുമെന്ന് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജു ഇന്നലെ ദീർഘനേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടപ്പോൾ സഞ്ജു എന്തായാലും ഇന്ന് കളിക്കും. ഒപ്പം തന്നെ ഇഷാൻ കിഷന് ഒരു അവസരം കൂടി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇഷാൻ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം വെച്ചത് അദ്ദേഹത്തിന് നിഖിൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും സഞ്ജുവും ഒപ്പം തന്നെ ഇഷാൻ കിഷനും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നെറ്റ്സിൽ സഞ്ജു വിക്കറ്റ് കീപ്പിംഗ് പരിശീലനം നടത്തിയില്ല. പക്ഷേ ഇഷാൻ കീപ്പിംഗ് ഗ്ലൗവുമായി വരുന്നതും ദീർഘനേരം പരിശീലിക്കുന്നതും കണ്ടു. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് വിക്കറ്റിന് പിന്നിൽ ഒരുപക്ഷെ ഇഷാൻ കിഷൻ ആയിരിക്കും എന്നുള്ളത്. മറ്റ് രണ്ട് മാറ്റങ്ങൾ, ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം നൽകും. ഒപ്പം തന്നെ ഹർഷിത് റാണയെ ഇന്നലെ പരിശീലന സെഷനിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് ഹർഷിത് റാണ, ഹാർദിക് പാണ്ഡ്യ ഒന്നിവരും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി തുടങ്ങിയുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം തന്നെ പ്ലേയിങ് 11 ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഒരു എന്തായിരിക്കും പ്ലേയിങ് 11 എന്നുള്ളത് വേൾഡ് കപ്പിലേക്ക് എന്നുള്ളതൊക്കെ തന്നെ ഏകദേശ ധാരണയായിട്ടുണ്ടെങ്കിൽ പോലും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം അങ്ങേയറ്റം നിർണായകമാണ്. കാരണം സഞ്ജു ഇന്ത്യയുടെ ഓപ്പണറായി സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ശുഭ്മാൻ ഗില്ലിനെയൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള സഞ്ജുവിനെ വീണ്ടും ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്ന ആ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കേണ്ടത് സഞ്ജുവിന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നുണ്ട്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ സഞ്ജു റൺ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ടീം മാനേജ്മെന്റിന് ഇപ്പോഴും സഞ്ജുവിൽ വലിയ വിശ്വാസമുണ്ടെന്നാണ് ബാറ്റിംഗ് പരിശീലകൻ സിതാൻഷു കോട്ടക്ക് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സഞ്ജുവിന് എന്താണ് കേപ്പബിൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ റൺസ് അടിക്കാത്ത ഒന്നും കാര്യമാക്കുന്നില്ല. സഞ്ജു ഉഗ്രൻ ടാലന്റ് ആണ്. സഞ്ജു എന്തായാലും കളിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ സഞ്ജു ഇന്നത്തെ മത്സരത്തിൽ നമുക്കിപ്പോ ഈ സ്റ്റേഡിയം അങ്ങ് നിറഞ്ഞു കവിഞ്ഞ് സഞ്ജു എന്ന ആർപ്പുവിളി വരുമ്പോൾ തന്നെ സഞ്ജു തകർത്തടിക്കുമെന്നും സഞ്ജുവിന്റെ എല്ലാ ഈ പ്രഷർ മൊമെന്റ്സും ഒക്കെ തന്നെ മാറി സഞ്ജു കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ന്യൂസിലാൻഡ് അവരുടെ പരമ്പര നഷ്ടമായി. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അവരൊരു 50 റൺസിന്റെ വലിയ വിജയം നേടിയെടുത്തു സാധിച്ചു. ഒരു മത്സരം കൂടി ജയിച്ച് പരമ്പരയിലെ ആ പരമ്പര നഷ്ടത്തിന്റെ ക്ഷീണം അത് കുറച്ചുകൂടി കുറയ്ക്കാനായിരിക്കും കിവീസും വെക്കുന്നത്. പക്ഷേ മത്സരം ആവേശകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ക്യൂറേറ്റർ ബിജു അണ്ണനുമായി സംസാരിച്ചത്. ബിജു അണ്ണൻ പറയുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പോലെ തന്നെ ഒരു 200+ സ്കോർ എന്തായാലും ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ടോസ് കിട്ടിയ ടീം ഫീൽഡ് ചെയ്യാനാണ് തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു പ്രഡിക്ഷൻ നടത്തുന്നത് ഒരുപക്ഷെ ഇത്തവണ ആദ്യം ബാറ്റ് ചെയ്യാനാണ് സാധ്യത. ഡ്യൂ ഫാക്ടേഴ്സ് ഒന്നും പലരും നോക്കുന്നില്ല എന്നൊക്കെ തന്നെയാണ്. എന്തായാലും ആരാധകർ കാത്തിരിക്കുന്നത് ഒരു ഏകപക്ഷീയമായ മത്സരമല്ല, അല്ലെങ്കിൽ റൺസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് വിക്കറ്റ് പോകുന്ന മത്സരങ്ങളൊന്നും തന്നെ ആരാധകർക്ക് വേണ്ട. 200+ സ്കോർ അത് ഏതൊരു ടീമാണോ വരുന്നത്, ഇന്ത്യയാണ് ഫസ്റ്റ് ബാറ്റിംഗിൽ 200-250 അടിക്കട്ടെ. പകരം ഇന്ത്യ ചേസിംഗ് ആണെങ്കിൽ എളുപ്പം ജയിക്കട്ടെ. ന്യൂസിലാൻഡും എളുപ്പം കീഴടങ്ങാതെ ഇന്ത്യയുടെ വിജയം മാത്രമല്ല, സഞ്ജുവിന്റെ ഒരു വെട്ടിക്കെട്ട് അതാണ് ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അത് കാര്യവട്ടത്തുണ്ടാകുമെന്നാണ് അവർ കരുതുന്നത്. അതിനായി ഇപ്പോൾ വലിയ ആവേശം തന്നെ കാര്യവട്ടത്തുണ്ട്. 7 മണിക്കാണ് കളി ആരംഭിക്കുക. ഇതിനോടകം തന്നെ ആ സ്റ്റേഡിയം ആകെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.